580 രൂപയ്ക്ക് വാങ്ങിയ സാധനം 609 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര? 580 വാങ്ങിയ വില. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 609. അപ്പോൾ കൂടുതലിനാണ് വിറ്റത്. അപ്പോൾ ലാഭമാണ് കിട്ടിയത്. ലാഭം കാണാൻ 609 580 കുറച്ചാൽ മതി, 29 കിട്ടും. ലാഭശതമാനം കാണാൻ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് ലാഭശതമാനം ആയാലും നഷ്ടശതമാനം ആയാലും കാണാം. ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്രയാണ്? 29 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? 580 ഗുണം 100. ഇവിടെ 0 കട്ട് ചെയ്തു. ഇവിടെ 2 29 2 58. 29ൻ്റെ ഇരട്ടിയാണ്. അത് 10/2 കിട്ടും. അതായത് 5% ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലാഭശതമാനം കാണാൻ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എപ്പോഴും വാങ്ങിയ വില അടിസ്ഥാനമാക്കി കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കാണുക. കോസ്റ്റ് പ്രൈസ് 580, സെല്ലിംഗ് പ്രൈസ് 609. ലാഭം കാണാൻ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. അതായത് 29 കിട്ടും. 609 580 കുറച്ചാൽ 29. ലാഭം 29 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? 580 ഗുണം 100. 29 2 തവണയാണ്. 10/2 കിട്ടും. 5 കിട്ടും. 5% ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 0.31 പ്ലസ് 0.21 ഇൻറ്റു 2. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഫോർട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 0.21. 21ൻ്റെ 2 എത്ര വരും? 42 42. പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം. ഇവിടെ എന്നിട്ട് 0.31 കൂടെ കൂട്ടിയാൽ മതി. 0.73 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 0.31ൻ്റെ കൂടെ എത്ര കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്? 0.21 2 കൂടെ ഗുണിക്കുന്നത്. 21 2 കൂടെ ഗുണിച്ചാൽ 21ൻ്റെ ഇരട്ടി 42. 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 0.42. ഇത് കൂട്ടുമ്പോൾ 0.73 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.